ഈ അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ ഈ കുഞ്ഞ് മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് കാണുന്നത്? അതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി അനുഭവം അതിലേക്കാണ് ചോദിക്കുന്നത്. അത് വളരെ ദുഃഖകരമാണ്. ഇപ്പം സ്കൂളിൽ വിദ്യാർത്ഥി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ചെരുപ്പ് ഇത് കയറിയപ്പോഴത്തേക്ക് ഇരുമ്പോൾ യുവജനോത്സവം നടക്കുന്നതിനിടയ്ക്ക് മുങ്ങി ഒരു വിദ്യാർത്ഥി മരിച്ചതുപോലുള്ള ദുഃഖകരമായ സംഭവമുണ്ട്. ഒരു തരത്തിലുള്ള അപകടവും ഒരു തരത്തിലുള്ള മരണവും നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല. മരണമുണ്ടായ കുടുംബത്തിന് അത് എത്ര വലിയ ആഘാതമാണെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് തടയാനാവശ്യമായ കരുതലുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഒരു രണ്ട് പേരക്കുട്ടികളുടെ മുത്തശ്ശൻ കൂടിയായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. അനാസ്ഥയല്ലേ ഉണ്ടായത് ഈ സംഭവത്തിൽ? അല്ല, ഇതിൽ ആർക്കെങ്കിലും അനാസ്ഥയുണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തെ തുടർന്ന് വെളിപ്പെടേണ്ടതാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാതിരുന്ന ഒരു മരണമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇതിൽ ആരുടെയെങ്കിലും ഭാഗത്ത് അനാസ്ഥ ഉണ്ടായി എന്ന് തെളിഞ്ഞാൽ അപ്പോൾ എന്ത് വേണമെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ഈ അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത വേണ്ടതല്ല. ഞാൻ പൊതു അഭിപ്രായം എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നത്. അധ്യാപകർ അവിടെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഒരു സ്കൂളിലെ കുട്ടികളുടെ എല്ലാം ഓരോ ചലനവും അവരെങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, ഇതെല്ലാം അധ്യാപകർക്ക് മോണിറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്, മാതൃകാപരമാണ്. ഇപ്പം ഈ കുഞ്ഞിൻ്റെ ദാരുണമായ മരണത്തിന് ഇടയായത് ഏത് സാഹചര്യത്തിലാണ്, അതിലാർക്കെങ്കിലും ഉത്തരവാദിത്വമുണ്ട് എന്ന് കണ്ടെത്തിയാൽ തുടർന്ന് നമുക്ക് ഇത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കും.